ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോൻട്ര ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. എപ്പോഴും ഇത് പ്രാർത്ഥിക്കണം. നമുക്കപ്പോൾ ഉറപ്പും ധൈര്യവും കിട്ടും. എൻ്റെ ദൈവം എന്നെ കാത്തോളും, എൻ്റെ കുടുംബത്തിനെ കാത്തോളും, ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തരും. അത് നമുക്കിങ്ങനെ തൃപ്തി വരും, സമാധാനവും സ്വസ്ഥതയും വരുത്തും. നമുക്ക് നമ്മളെ കാക്കാനൊരു ദൈവമുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ആവശ്യമല്ലേ. നമ്മുടെ മക്കളൊക്കെ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ഇത് കൂടെ പറയണം, മക്കളോടും പറയണേ. ഞാൻ പൗലോ കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇങ്ങനെ എന്നാ യേശു പൗലോൻ്റെ ഇവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പാമ്മ ഇങ്ങനെ വന്നേ, യേശു ഇത് എവിടെ ഇരിക്കണേന്ന് പടം ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമോ? യേശു സൂപ്പർമാന, പൗലോയും സൂപ്പർമാനാന്ന് പറഞ്ഞു. അപ്പോൾ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ യേശുപ്പയാന്ന് പറയും. പൗലോ സൂപ്പർമാനായിട്ട് ഇതുവരെ അഡ്മിറ്റ് ചെയ്തില്ല പൗലോ. അപ്പോൾ സ്പൈഡർമാനും വലിയ ഇഷ്ടം. ഞാൻ പറയും യേശുപ്പ നല്ല സ്പൈഡർമാനാന്ന് പറയും, ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ മുതലേ ഇങ്ങനെ ഞാൻ പറഞ്ഞിപ്പിച്ചു, ഇത് ഞാൻ ലോകത്തിൽ ഉന്നതനും ക്രിസ്തു യേശുവിൽ പ്രശസ്തനും ആകുന്നു ഏതാണ്ടൊക്കെ പറഞ്ഞു പൗലോ. ഇങ്ങനെ അടുപ്പിച്ച് പറയുമ്പോൾ, അങ്ങനെ പിള്ളേർ പറയുമ്പോൾ അത് തന്നെ സംഭവിക്കും. നമ്മൾക്കിതൊക്കെ എനിക്കും എൻ്റെ പൗലോനും തന്നെയല്ല, എൻ്റെ മക്കൾക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ദൈവം തന്ന വാഗ്ദത്തം. നിങ്ങളത് സ്വീകരിക്കില്ലെങ്കിൽ പിന്നെ എന്നെ അയ്യോ ഞാൻ ലോകത്തിൽ ഉന്നതയും ക്രിസ്തുയേശുവിൽ പ്രശസ്തയാണ്, ഞാനൊരു ഓണറി അല്ലേ, എനിക്ക് അതിന് ബുദ്ധിയും ബോധമുണ്ടോ? അപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ ചെയ്യും? നിങ്ങൾ തന്നെ നാവി നിങ്ങൾക്ക് തന്നെ നെഗറ്റീവ് പറയുക. ഇല്ല, എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചേക്കണേ ലോകത്തിൽ ഉന്നതയും ക്രിസ്തുയേശുവിൽ പ്രശസ്തയാകാനാണ്. ഞാൻ അങ്ങനെ തന്നെ ആവുമെന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. വഴിയൊക്കെ നിങ്ങളെങ്ങനെ അറിയണേ, ആ വഴിക്കൊക്കെ ദൈവം നടത്തിക്കോളും. അപ്പോൾ ഇന്നത്തെ വചനം ഫിലിപ്പിയർ 4:19. ഇത് ഞാൻ എപ്പോഴും ചൊല്ലണേ കേട്ടോ. എനിക്ക് എപ്പോഴും സാമ്പത്തികത്തിൻ്റെയൊക്കെ ടെൻഷൻ വരില്ല ബിസിനസ് നടത്തുമ്പോൾ. എൻ്റെ ദൈവമോ നിങ്ങളുടേന്നാണ് വചനത്തിൽ, പക്ഷേ ഞാൻ ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന്, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ആമീൻ. ദൈവത്തിൻ്റെ ധനത്തെ ഇപ്പോൾ രാജാവിനോട് ഒരാൾ പൈസ ചോദിച്ചിട്ടുണ്ട്, ഒരു കിഴി ഇട്ട് കൊടുക്കണം. നമ്മളോടൊരാൾ പൈസ ചോദിച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ചില്ലറ പൈസ എല്ലാം അങ്ങ് കൊടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ ധനത്തിനൊത്തവണ്ണം അവൻ നമ്മളെ സഹായിക്കണേ. അപ്പം നമ്മുടെ ദൈവവും നമ്മളെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം സഹായിക്കും. അപ്പം ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ, മനുഷ്യരോട് അല്ല ചോദിക്കേണ്ടത്. അപ്പോൾ ഗീവ് അവേയുടെ കാര്യം പറയട്ടെ. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഫോളോ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ അയ്യോ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് ചോദിക്കാൻ എന്താ ഫോളോ എനിക്കും അങ്ങനെ അവസ്ഥ പറ്റും. ഞാൻ അവരോട് ചോദിക്കും, അയ്യോ എൻ്റെ ഫോണിൽ ഇപ്പോൾ അവരെ കിട്ടണില്ല. ഞാൻ ആരെങ്കിലുമൊക്കെ കാണുന്നു നോക്കുമ്പോൾ അപ്പോൾ അവർ നോക്കുമ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടില്ലായിരിക്കും. ചേച്ചി എന്ത് ഫോളോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫോളോ ചെയ്യിക്കും. അപ്പോൾ നമുക്ക് അന്നേരം അങ്ങനെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് നല്ല ഇപ്പോൾ അപ്ഡേഷൻസൊക്കെ കിട്ടുമല്ലോ നമുക്ക് പലതിൻ്റെയൊക്കെ. ഇപ്പോൾ ഓൺലൈൻ വന്ന കാരണം നമുക്ക് വീട്ടിലിരുന്ന് ഏതാ ഫാഷൻ, തുണി എന്താണ്, സ്വർണ്ണം എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഒരു ബോധം കിട്ടൂല. എല്ലാത്തിനെയും പാത്രത്തിൻ്റെ എന്തിൻ്റെയും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെരുപ്പായ എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പം ലൈറ്റായിട്ട് ഇടയ്ക്കൊന്ന് അടുപ്പിച്ച് വീക്ഷിച്ചാലേ നമുക്ക് ഫാഷൻ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആദ്യം കാണിക്കുന്ന ഒരു ബ്ലാക്കിൻ്റെ സൂപ്പർ ഹിറ്റ് ഓർഗൻസയിലുള്ളതാണ്. എന്താണ് പനി ഇത്? ഇങ്ങനെ അങ്ങ് ഇടണം. ഇതിനിങ്ങനെ നമ്മൾ കുത്തുവൊന്നും ചെയ്യരുത്. $3990 ആട്ടോ. ബ്ലാക്കിൽ മാത്രം വന്നേക്കണേയാണ്. അടിപൊളി എംബ്രോയ്ഡറി ആട്ടോ. അത് ഇങ്ങോട്ട് നോക്ക്. ഞാൻ എൻ്റെ ഒരു കസിൻ അത് ഏതാണ്ട് 19,000 അടുത്താട്ടോ. ബ്ലാക്ക് കളർന്നു എന്നാണ് പറയുന്നത്, ഡാർക്ക് ബ്രൗൺ ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ബ്ലാക്ക് എന്ന് ഓർത്തെ. ഭയങ്കര രസം ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഫംഗ്ഷന് റിസപ്ഷൻ കൊടുത്തിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ അതേപോലെ ഇരിക്കണമല്ലോ. ഇതൊക്കെ കണ്ടു ഇങ്ങനെ ഓർഗൻസയിൽ ഇതാ. ഇതിനൊരു കനവും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ ക്രഷ്ഡ് സിൽക്കിൽ കട്ട് വർക്ക് കേട്ടോ. ആ കട്ട് വർക്കിന് ഒരു നല്ല ഫിനിഷിങ്ങുള്ള കട്ട് വർക്കാട്ടോ. നമുക്കിവിടെ കട്ട് വർക്ക് ഭയങ്കരമായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ നല്ല കണ്ടോ, ഇതേ നല്ല പോലെ കട്ട് വർക്ക്. അതിൻ്റെ ഷേപ്പ് നോക്കിക്കേ, അടിപൊളിയായിട്ട് സൂപ്പർ ഫിനിഷിങ്ങിൽ. എൻ്റെ ബ്ലൗസ് എന്താ, ബ്ലൗസ് എന്നാന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ബ്ലൗസ് കാണിക്കാം കേട്ടോ. ബ്ലൗസ് നോക്കിക്കേ, പ്ലെയിൻ വന്നിട്ട് കയ്യെ വർക്കുണ്ടല്ലോ, അതൊന്ന് കാണിക്കണേ. അടിപൊളി സാരി കേട്ടോ.
ഏറ്റവും ഇപ്പം ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. എത്ര? 2690. 2699 ഉള്ളൂ കേട്ടോ. 2699. ഇതാട്ടോ ഇതിൻ്റെ കയ്യിലെ വർക്ക്. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുമ്പോഴത്തേനും അപ്പോൾ അടി അഴിഞ്ഞു ഇത് കണ്ടോ. അങ്ങനെ 2 കൈക്കും ഉണ്ട്. ഇതിൻ്റെ കട്ട് വർക്കിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. ഇതേ നല്ല രസമില്ലേ നോക്കിയാ, ഇങ്ങോട്ട് നോക്ക്. ഒരു ഫങ്ഷന് നല്ല സെറ്റാട്ടോ, നല്ല സാരികളാണ്. അപ്പോൾ ഒരു റിസപ്ഷനൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫാൻസി സാരിയിൽ സൂപ്പറായിട്ട് ഇപ്പോൾ ചിലവാകണതാണ്. നമുക്ക് നല്ല പേസ്റ്റ് ചാർട്ടുകളുമാണ്. നമുക്ക് 1 ലെയറോ അല്ലെങ്കിൽ പിൻ ചെയ്തോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം. വയറും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഇങ്ങനെ കൈ പിടിക്കുക. ഇല്ല നല്ല ഷേപ്പാണെങ്കിൽ എൻ്റെ അഭിപ്രായം പിൻ ചെയ്യുക. ഇങ്ങനെയായിട്ട് ഞാൻ പറയാറ്. നല്ല പേസ്റ്റൊക്കെ ഈ അടിപൊളി സൂപ്പർ സംഭവം. ഞാൻ ഇങ്ങനെ അത് ഈ വീഡിയോ കഴിയുമ്പോൾ വർത്താനം പറയാം കേട്ടോ. പെട്ടെന്ന് സാരി കാണിക്കുവാണ്. ഇതേ അടിപൊളിയാണ്. അതേ സൂപ്പർ സംഭവം. നല്ല സാരികൾ. എന്താണ് രസം. അടിപൊളി നല്ല കളർ ചാർട്ടല്ലേ. ഇനി ഒരു സാരി, അതും ഒരു വെറൈറ്റി ആട്ടോ. നമ്മളിതിൻ്റെ ചുരിദാർ കൊണ്ടുവന്നാണ് മറക്കുന്നൊരു പേരുണ്ടായിരുന്നു. നല്ല വീവിങ് ആട്ടോ, ഹാൻഡ്ലൂം വീവിങ് പോലെ ആട്ടോ. നല്ല സൂപ്പർ. ഇതിന് നമ്മൾ ചുരിദാർ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ പേര് മറന്നു, സോറി. വേണ്ടോ എത്ര? 1789. 1789 ഉള്ളൂ കേട്ടോ. ചുരിദാർ 2000 ആയിരുന്നു അല്ലേ. നമ്മൾ ഈ സെയിം യോക്കിൽ വർക്ക്, ഷോളെ വർക്കുള്ള ബ്ലൗസ് ഇങ്ങനെയാട്ടോ. ബ്ലൗസ് നല്ല കളർഫുൾ ബ്ലൗസ്, നല്ല വെറൈറ്റി ആട്ടോ. കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്തേക്കണേ. നല്ല സൂപ്പറാട്ടോ. ഒരു ഫങ്ഷന് സൂപ്പർ സാരി ആട്ടോ. ഗ്രാൻഡ്, നമ്മൾ കാണാത്തൊരു വെറൈറ്റി. അടിപൊളി. പേര് കിട്ടുവാണെങ്കിൽ എഴുതിയിടാം കേട്ടോ, ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ബ്ലൗസ് എല്ലാത്തിൻ്റെയും വെറൈറ്റി കളറാട്ടോ, കോൺട്രാസ്റ്റ്. ഇതിൻ്റെ ഒരു ഡാർക്ക് പോലെ ഉണ്ടോ? അതെ, മുന്താണിയിൽ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സൂപ്പർ സാരി കേട്ടോ. കൊടുത്താലും നല്ല രസമായിരിക്കും. കളേഴ്സും നല്ലതാട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണിക്കണേ, അത് കാരണം പെട്ടെന്ന് തീരുവേ. ഇതായിരിക്കും കേട്ടോ ബ്ലൗസ് പീസ്. കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ സംഭവമാണ്. ആദ്യം കാണിക്കുമ്പോൾ പെട്ടെന്ന് തീരും. പെട്ടെന്ന് എടുത്തോ. 1799 അല്ലേ? ഇത് ഈ കളറായിരിക്കും ബ്ലൗസ് പീസ്. ഇതിൻ്റെ തന്നെ ഡാർക്ക് 1789. ഞാനങ്ങനെ വില ഇടാറുള്ളൂ, എന്നാ പറ്റുമോ? 89 ആക്കി ഞാൻ 1799 ഇടും. എനിക്കതാ ഇഷ്ടം. എന്നെ പോലും അങ്ങനെ മാറ്റാക്കണം. സാധാരണ ഇത് റൗണ്ട് ചെയ്ത് അങ്ങനെ ആക്കണതാണ്. ഈ കളർ ബ്ലൗസ് പീസ് അടിപൊളി സംഭവമാണ്. അല്ല ഇത് ഇന്നത്തെ സാരി എല്ലാം വെറൈറ്റി ആട്ടോ. ഇനി ഞാൻ കാണിക്കാം. നമ്മുടെ അതിൻ്റെ പ്ലെയിൻ കാണിക്കാം. അന്നേരം ഈ പഴത്തിൽ ഇതുമല്ലേ മൊഡാലിൻ്റെ പ്ലെയിൻ വന്നിട്ടുണ്ട്. സാമ്പിള് വന്നേക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം വന്നു. ഞാൻ ഇടാത്തതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒത്തിരി ചോദിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കെട്ടൊന്ന് വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. വില കേട്ടാൽ നിങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ബഹളം വയ്ക്കും. കാരണം അറിഞ്ഞുകൊണ്ട് വീഡിയോ ഇടാണ്ടിരുന്ന കുറച്ച് ദിവസമായി കിട്ടിയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ
1799. 1199 കൂടാതെ 1199 ഉള്ളൂ. 1190. 1190 ഇതാണ് ഇതിന് വിലയുള്ളൂ. ബ്ലൗസ് എന്ത് ചെയ്യും? ബ്ലൗസ് പ്ലെയിൻ അല്ലേ? ഇവിടെ ഒരു ചെറിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. നോക്കിയാലട്ടെ ബ്ലൗസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന്. നല്ല വർക്കൊക്കെ ചെയ്യാം. ആകെ ഇതിന് ഈ വിലയുള്ളൂ. ബ്ലൗസ് സെപ്പറേറ്റ് ഒന്ന് കാണിക്കണം കേട്ടോ എൻ്റെ. സ്ട്രൈപ്സ് ഉണ്ട്. 1190 ഉള്ളൂ. ബ്ലൗസിൽ ഇത് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. തകവും പുറണം. ഇതായിരിക്കുമല്ലോ നല്ല. ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. ആകെ വില 1190 എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുള്ളതാണ്. ശരിക്കും ആ സോഫ്റ്റ്നെസ് ആ കൂളിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ പല വിലയുടെയും 2000 3000 അല്ലേ കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എനിക്ക് ആൾക്കാർ ചോദിച്ചാൽ കൊടുക്കാൻ സാമ്പിളല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വരുത്താൻ. നമുക്ക് ഇതൊക്കെ എന്നാ വന്നേന്നറിയാൻ പാടില്ല. വേണ്ടവരുടെയൊക്കെ നമ്പറൊക്കെ എഴുതി വയ്ക്കാം. ഇപ്പം നമ്മളെ മിക്ക സെറ്റും അങ്ങനെയല്ലേ കൊടുക്കണത്. ഒത്തിരി സെറ്റ് ഇപ്പം നമ്മളങ്ങനെ ചെയ്യണില്ലേ. നമ്പർ എഴുതി വെച്ചിട്ട് കൊടുക്കുമോ പിന്നെ ചെയ്യണേ. ബ്ലൗസ് പീസ് അങ്ങനെ തന്നെ കേട്ടോ. പ്ലെയിൻ സൂപ്പർ കളറാട്ടോ. എന്തെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്കോ അങ്ങനെ അല്ലെങ്കിലോ കൊടുക്കാൻ നല്ല സുഖമല്ലേ. എന്ത് കൂളിംഗ്. ഒന്നാമത്തെ കാര്യം മൊഡാലിൻ്റെ കൂളിംഗാണ്. കുറേ കളേഴ്സ് കൂടെയൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ കിട്ടിയില്ല. നോക്കി വന്നപ്പോഴത്തേനും അതുകൊണ്ടൊക്കെ ആൾക്കാർ നമ്മൾ ചെയ്തിട്ട് ഒത്തിരി കാലമായിട്ടോ. സെമി ടെസറിൻ്റെ അടിപൊളി സാരിയാട്ടോ. എത്രയാണ്? 1099 ഉള്ളൂ കേട്ടോ. ഫുൾ ഉള്ളിക്കടയൊക്കെ വീവിങ്സ്. അതൊരു സൂപ്പർ. ഇതിലേക്കടെ ഒരു സ്ട്രൈസ് പോലെ പോയിട്ടുണ്ട്. ഫുൾ ഉള്ളിക്കട വീവിങ്സും ഉണ്ട്. പ്ലെയിൻ ബ്ലൗസ് അല്ലേ? നല്ല കളർ ചാർട്ടും കേട്ടോ. കുറേ കാലമായി. 1099 ഉള്ളൂ. നമ്മൾ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരുന്ന സാരിയാന്ന് നോക്കണേ. ഒരു സാരി എവിടെ ഇത് വിറ്റ് ഇറങ്ങിയ വഴിക്ക് നമ്മളെ കാണിച്ചു തുടങ്ങി. എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്മാറിയതാണ്. ഇതിൻ്റെ കളർ ചാർട്ട് കണ്ടപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് തീർന്നെന്ന് തോന്നുന്നു. ചോദിച്ചാൽ പോലും ഇവിടെ കൊടുക്കാനില്ല. 1099 അടിപൊളി സൂപ്പർ സംഭവം. എന്താ ഭംഗിയില്ലേ കളേഴ്സ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒത്തിരി ചോദിച്ചാലും ഇത് വന്നിട്ട് കുറച്ച് ദിവസം ഇതിലോട്ട് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. സ്റ്റോക്ക് സെയിം ഡിസൈന്. ഇവിടെ ഒരു ചെറിയ സീക്വൻസ്. ഇത് ഇവിടെ ഇച്ചിരി ഇട മാത്രം. ഒരു ലുക്കും ഒരു ബും ലുക്കും കിട്ടും. എന്താണിയാലേ ഒരു ബും ലുക്ക് കിട്ടും. ഉള്ളിയിട്ടൊന്നുമില്ല കേട്ടോ. ചാമ്പങ്ങ പിടിച്ച് 1099 ഉള്ളൂ കേട്ടോ വില. ക്ലോസപ്പൊക്കെ എടുത്ത എൻ്റെ തീരെ ക്ലോസപ്പ് എടുക്കല്ലേ. തുണീനെ ഫോക്കസ് ചെയ്താൽ മതി. 1099. ഇനി അടുത്തത് നല്ലൊരു സൂപ്പർ സാരി ആട്ടോ. നല്ല പ്ലെയിൻ ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ. ഇതിൻ്റെ ഒറിജിനൽ എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു കല്യാണത്തിന് 2 എടുത്തു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എത്ര വില? 1599 ആണ്. 15,000 ആയിരുന്നു എൻ്റെ. അപ്പോൾ ഒരു 0 കുറച്ചാൽ മതി. ഇത് സെയിം ബ്ലൗസ് ഇച്ചിരി ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഞാനെടുത്തു. അപ്പോൾ ഞാൻ ഓർക്കും അപ്പം ഇത് കാണപ്പോഴും ആ സാരി കൊടുത്ത ഒരാളെ കണ്ടാലും ആൾക്കാർക്ക് ഇങ്ങനെ വില സൂക്ഷിച്ചടുത്തൊക്കെ വന്ന് നോക്കിയാൽ മാത്രമേക്കും തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഞാൻ അന്ന് ഇത് ഇറങ്ങിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉടനെ ഇറങ്ങുമെന്നൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ ഒന്നും എടുക്കാത്ത എന്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വില കൂടിയേണ്ടി ഇറങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേനും 1 വർഷം 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേനും എല്ലാവരും ഇതിൻ്റെ ഇത് മാത്രമാകും. ഒറിജിനൽ പിന്നെ എടുക്കുമെന്ന് എനിക്ക് തോന്നാനുള്ള.
കാരണം ഒറിജിനലിനെ വല്ലതും ഡ്യൂപ്ലിക്കേറ്റ് അവനെ പിന്നെ എന്തിനാന്ന് നോക്കും. കണ്ടോ, അടിപൊളി സൂപ്പർ സംഭവം. മൂവിങ് ഇപ്പം അധികവും ഡ്യൂപ്ലിക്കേറ്റിനാണെന്നാണ് പറച്ചിൽ. ഒറിജിനൽ കാഞ്ചീപുരമൊക്കെ നല്ല വിലയല്ലേ. ഒരു ബിന്നി സിൽക്കിൻ്റെ പോലത്തെയാണ് ഞാൻ ഉള്ളിലത്തെ മെറ്റീരിയൽ എടുത്തേക്കണേ. ബ്ലൗസ് പീസ് കേട്ടോ, നല്ല കളർ ചാർട്ടുകളാണ്. 15 ആണുള്ളൂ. 1599 അല്ലേ, 1599 ആണ്. നല്ലൊരു കൂളിങ്ങും ഉണ്ട്, നല്ലൊരു സാധനമാണ്, നല്ലൊരു ബനാറസ് ബോർഡറും ഉണ്ട്. എന്ത് ഭംഗിയ സംഭവം, അടിപൊളി സംഭവമാണ്. ബ്ലൗസ് പീസ് ഇനിയുണ്ടോ കളറ്, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ 2-3 കളർ ഇട്ട് ഏതെങ്കിലും കളർ കിട്ടുമായിരിക്കും കേട്ടോ. നമ്മുടെ കോട്ട സാരി, ഇതിൻ്റെ പല പല ഡിസൈൻ നമ്മളെപ്പോഴും കാണിക്കുന്നത്. ഞാൻ ഇവിടെ കൊണ്ടല്ലോ, ഇതിങ്ങനെ കാണിച്ചാൽ പോരെ. കോട്ട സാരി ഫുൾ ബോർഡർ ഉണ്ട് കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് 799 ഉള്ളൂ. അതിൻ്റെ ഇവിടെയൊക്കെ ഫിനിഷ് ചെയ്ത് പൈപ്പിങ് പോലെ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഒക്കെ എത്ര രൂപ ചിലവിൽ വരും ഇങ്ങനെയൊക്കെ അടിച്ച് വരാൻ. അപ്പോൾ നല്ല എംബ്രോയ്ഡറി സൂപ്പറായിട്ട് ഫുള്ളി ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 799 ആട്ടോ. ലൈലാക്ക് ഉടുക്കാൻ ഈ വിലയ്ക്ക് മുടുത്ത് കണ്ടാലും നല്ലതാട്ടോ. നമുക്ക് പെട്ടെന്ന് തീരുന്ന സംഭവം. കോട്ടയായത് കാരണം ഒരു ഡീസൻ്റ് ലുക്കുണ്ട് കൊടുക്കാം. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചാടി പെട്ടെന്ന് എടുക്കാൻ ഇതിനൊന്നും സമയമില്ലാത്തൊരു വെബ്സൈറ്റ് ത്രൂ എടുക്കുക കേട്ടോ. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ, വൈഫൈയിൽ വർക്ക് ചെയ്യണേ. അപ്പോൾ പിന്നെ സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത് കേട്ടോ. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സ്കീമിൽ കൂടുക. ഒരു ലിക്വിഡ് അസറ്റ്, നിങ്ങളൊന്നും പേടിക്കേണ്ട. എന്തായാലും നമ്മുടെ അടുത്ത് നിങ്ങളുടെ പൈസ സുരക്ഷിതമായിരിക്കും. 1 രൂപ പോലും ടെൻഷൻ അടിക്കണം. നമ്മൾ വലിയ ഓഫറൊന്നും ചെയ്യില്ല, ഫ്രീ മേക്കിംഗ് ചാർജെന്നോ അങ്ങനെ ഇങ്ങനെ ഒന്നും. എല്ലാവരും എപ്പോഴും നിങ്ങൾ ഓഫറുകളിൽ പെടുമ്പോഴും ഈ വലിയ ഇതും പെടുമ്പോഴാണ് എല്ലാവരും തട്ടിപ്പ് പറഞ്ഞത്. ഇങ്ങനെയൊന്നും ആർക്കും പിടിച്ചിരിക്കാൻ പറ്റൂല. ഒത്തിരി ഇത് കുറച്ച് നാൾ കഴിയുമ്പം അവരെ കാണാണ്ട് പോകും. അപ്പോൾ ആദ്യം കിട്ടിയ ആർക്കെങ്കിലുമൊക്കെ ലാഭം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കാശും കൊണ്ട് അവർ മുങ്ങുകയും ചെയ്യും. അപ്പം നമ്മളത് എല്ലാവർക്കും എല്ലാം ഇങ്ങനെ അങ്ങനെയൊന്നും ഫ്രീ ഒന്നും നടക്കൂല. അതിൽ എന്തെങ്കിലും ഒരു തരികിട വരും. അപ്പം നിങ്ങൾ GST ഒക്കെ അടച്ച് HOD മുദ്രയുള്ള 9 months സ്വർണ്ണം എടുക്കുക, സ്കീമിൽ കൂടുക, ക്രോഷി എമൗണ്ട് എല്ലായിടത്തും നമുക്കൊരു സേവിങ്സ് വേണ്ടേ. സ്വർണ്ണത്തിൽ സേവ് ചെയ്യും. ഇപ്പോഴത്തെ ഇതിൽ സ്വർണ്ണമാണ് ഏറ്റവും ലാഭം. അപ്പോൾ സ്കീമിൽ കൂടാൻ എൻക്വയറി ഈ 4 നമ്പറിൽ ചോദിച്ചാൽ അവർ എൻക്വയറി നമ്പർ തരും. അല്ലെങ്കിൽ നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ എൻക്വയറി നമ്പർ, അല്ലെങ്കിൽ എൻ്റെ നമ്പർ 9447575564. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.